ആദ്യമേ തന്നെ ഈ മീറ്റിങ്ങിൻ്റെ ചില പ്രത്യേകതകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സാധാരണ നമ്മുടെ കോളേജിൽ നടക്കുന്ന പരിപാടികളൊക്കെ ഇംഗ്ലീഷിലാണ് പറയുന്നത്, പ്രസംഗിക്കുന്നതും മാസ്റ്റർ ഓഫ് സെറിമണി എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഇംഗ്ലീഷിലാണ്. ഇക്കുറി അതെല്ലാം മലയാളത്തിലാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ഈ വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നോക്കിയാലും ഇവരുടെ എല്ലാവരുടെയും ലസാഗു എന്ന് പറഞ്ഞ കോമൺ ഡിനോമിനേറ്റർ മലയാളത്തോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും മലയാളത്തിൽ തന്നെ ആയിരിക്കും ഇവിടെയുള്ള പ്രസംഗങ്ങളും മറ്റ് അവതരണങ്ങളും. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സാധാരണ നമ്മൾ എല്ലാവർക്കും വിശിഷ്ടാതിഥികൾക്കൊക്കെ ഒരു മെമൻറ്റോ കൊടുക്കും. സത്യം പറഞ്ഞാൽ ആർക്കും പ്രയോജനമില്ലാത്തൊരു സാധനമാണത്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടംപോലെ മെമൻറ്റോസ് കിട്ടിയിട്ടുണ്ടാവും. ഇതെല്ലാം ഒരു ചാക്കിൽ കെട്ടി വീട്ടിലെ ഏതെങ്കിലും ഒരു മൂലയിലോ തട്ടമ്പുറത്തോ ഒക്കെ നിക്ഷേപിക്കുകയാണ് പതിവ്. അതൊക്കെ മാറി അതിന് പകരം ഇന്ന് എല്ലാവർക്കും വൃക്ഷത്തൈകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസാണ്. എവിടെ നോക്കിയാലും പച്ചപ്പുണ്ട്. ഒരു നിഴൽ അന്വേഷിച്ച് നടന്നാൽ മാത്രം പോരാ, നമ്മൾ നിഴൽ ഉണ്ടാക്കുക കൂടി വേണം. അതുകൊണ്ട് അതെല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഡോക്ടർ താഹയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് എല്ലാവർക്കും ഇങ്ങനെ ഒരു വൃക്ഷത്തൈ കൊടുക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. മെമൻറ്റോസ് ഒന്നും കൊണ്ടുപോകേണ്ടി വരില്ല. പക്ഷേ ഇത് കൊണ്ടുപോയി അത് പരിപാലിക്കണം എന്ന് മാത്രമേ അപേക്ഷയുള്ളൂ. ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. ഇനി മൂന്നാമത്തെ പ്രത്യേകത ഒരു പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായി ക്യാൻസർ രോഗവുമായി മല്ലിട്ട് ആശുപത്രിയിൽ കയറി ഇറങ്ങി നടന്ന എൻ്റെ ഭാര്യ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്ന് ഈ പുസ്തക പ്രകാശനം ഇവിടെ വെക്കാനിടയായത് ഡോക്ടർ PS താഹയുടെ നിർദ്ദേശപ്രകാരമാണ്. ഞാൻ ഈ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് നമ്മുടെ കോളേജിൽ വെച്ച് ഇത് നടത്താം. ഞങ്ങൾ തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടത്താനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ വേണം ഇത് ഇവിടെ നടത്തേണ്ടതെന്ന് പറഞ്ഞത് ഡോക്ടർ താഹയാണ്. അതിന് ആദ്യമേ തന്നെ ഞാൻ അദ്ദേഹത്തോട് എൻ്റെ അഗൈതവുമായ നന്ദി പ്രകാശിപ്പിക്കട്ടെ. ഈ പുസ്തകം എഴുതിയതിനെ കുറിച്ച് അവിടെ കുറച്ചു മുമ്പ് ചോദിക്കുകയായിരുന്നു, ഇതിനൊക്കെ എവിടെയാ സമയം കണ്ടെത്തുന്നത് എന്നൊക്കെ എന്നോട് ചിലർ ചോദിക്കുകയുണ്ടായി. പുസ്തകം എഴുതുന്നത് അതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട, മനസ്സുണ്ടായാൽ മതി. പുസ്തകം താനേ വന്നുകൊള്ളൂ. ഈ പുസ്തകം എഴുതാൻ ചില കാരണങ്ങളുണ്ട്. ഇതൊരു സാഹിത്യകൃതിയല്ല. ഇത് പരീക്ഷയ്ക്കും ഉദ്യോഗത്തിനുമൊക്കെ വേണ്ടി പെടാപ്പാട് നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു വഴികാട്ടിയായിട്ടുള്ള ഒരു ചെറു പുസ്തകമാണ്, ഒരു കൈപ്പുസ്തകമാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ വേദി അലങ്കരിക്കുന്ന വ്യക്തികളെ നോക്കുക. ഒന്ന്, എല്ലാവരും എൻ്റെ സ്നേഹിതരാണ്, എൻ്റെ ഗുരുവുണ്ട്, എനിക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് ഇന്ന് വേദിയിൽ ഇരിക്കുന്നത്. ഇന്ന് കേരളം മുഴുവനും ഉറ്റുനോക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാതോർത്തിരിക്കുന്നു. ആ ആളിൻ്റെ പേരാണ് VD സതീശൻ. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. കഴിഞ്ഞ 5 വർഷമായി പറവൂർ നിയോജക മണ്ഡലത്തെ കേരള അസംബ്ലിയിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നു. ഇവിടെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ ജോർജ് ഓണക്കൂറിൻ്റെ അകലെ ആകാശത്തിലെ എന്ന പുസ്തകത്തിൽ മാലതി എന്നൊരു കഥാപാത്രമുണ്ട്. മാലതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അല്പം കൂടി ധൈര്യം കാണിക്കൂ, പിന്നെ കാറ്റിനൊത്ത് വളയുന്ന വള്ളി ആകണമോ എന്ന് മാലതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാരോടൊക്കെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരു കാറ്റടിച്ചാൽ വളയുന്ന വള്ളികളാണ് നമ്മുടെ ഒട്ടുമുക്കാലെ രാഷ്ട്രീയ നേതാക്കന്മാരും. എന്നാൽ കാറ്റിനൊത്ത് വളയുന്ന വള്ളി അല്ല എന്ന് തൻ്റെ നിത്യ പ്രവർത്തികളിലൂടെ ചൂണ്ടിക്കാണിക്കുന്ന, തെളിയിച്ചു തരുന്ന കരുത്തുറ്റ ഒരു നേതാവാണ് ശ്രീ VD സതീശൻ. നിശബ്ദമായിരിക്കുക
എന്നുള്ളത് വളരെ സുരക്ഷിതമായൊരു കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഒരല്ലലുമില്ലാതെ കല്ലായിരിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് പറയും. ഞാൻ സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ IAS ഉദ്യോഗസ്ഥന്മാരിരിക്കുന്ന മുറിയിലൊക്കെ അവിടെ സത്യമേവ ജയതേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കും ഇതൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് അവിടെ എഴുതി വെക്കണം, ഒരല്ലലുമില്ലാതെ കല്ലായിരിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്നിലും ഒരു അഭിപ്രായം പറയാതിരിക്കുക, മിണ്ടാണ്ടിരിക്കുക. ഇതാണ് നല്ല സൗകര്യമുള്ള ഏർപ്പാടാണ്. അപ്പോൾ പിന്നെ ഒരു അപകടമില്ല, പെൻഷനൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ എഴുതി വെക്കണം. അപ്പം നിശബ്ദത സുരക്ഷിതവും സൗകര്യപ്രദവുമായിരിക്കെ സത്യം ഉയർത്തിപ്പിടിക്കാനുള്ള ധൈര്യമാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതൃത്വം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ സ്വയം നഷ്ടപ്പെടേണ്ടി വന്നാലും വർഗീയ ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല എന്നൊരു ഉഗ്രൻ പ്രഖ്യാപനം കഴിഞ്ഞ ആഴ്ച നടത്തിയുണ്ട്. വാസ്തവത്തിൽ നമ്മളൊക്കെ കോരിത്തരിപ്പിച്ച ഒരു പ്രഖ്യാപനമാണത്. ഇതാണ് കേരളം കേൾക്കാൻ കാത്തിരിക്കുന്നത്. ഇത് പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. ഇവിടെയുള്ള വർഗീയ കോമരങ്ങളുടെ മുമ്പിൽ എഴഞ്ഞു നടക്കുക, അവരെയൊക്കെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ ഇരിക്കുക, ഇമാതിരി പ്രവർത്തനമൊന്നും ഇനിയും നമുക്ക് വേണ്ട. ഇത് 2026 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിനൊക്കെ എന്തിനാണ് നമ്മൾ പോകുന്നത്? വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഇന്ത്യക്ക് വേണ്ടത് ചെറുപ്പക്കാരെയാണ്. എങ്ങനെയുള്ള ചെറുപ്പക്കാരാണ്? വി നീഡ് യങ്സ്റ്റേഴ്സ്, വി വോണ്ട് ദ യൂത്ത്, ഐ വോണ്ട് ദ യൂത്ത് ഓഫ് ഇന്ത്യ. എങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം? ദേ ഷുഡ് ഹാവ് നെർവ്സ് ഓഫ് സ്റ്റീൽ ആൻഡ് മസിൽസ് ഓഫ് അയൺ. ഇരുമ്പ് കൊണ്ടുള്ള മാംസപേശികളും ഉരുക്കുകൊണ്ടുള്ള ഞരമ്പുകളുമുള്ളവരായിരിക്കണം ഇന്ത്യയുടെ പുതിയ തലമുറ എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ അസ്ഥാനത്താവില്ല എന്ന് നിങ്ങളോടൊപ്പം ഞാനും പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇനി വരുന്ന നാളുകളിൽ എല്ലാ വിജയാശംസകളും നേരുന്നതോടൊപ്പം ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും ഹാർദവമായി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. ആരമായ ഡോക്ടർ ജിജി തോംസൺ, ശ്രീമതി ഷീലു മാഡം, സദസ്സിലുള്ള ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഞങ്ങളെല്ലാം കാലഘട്ടത്തിൽ ജനപ്രതിനിധികളായിരിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും മിടുമിടുക്കനായ ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ, ചീഫ് സെക്രട്ടറി ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കുറിപ്പുകളടങ്ങിയ ഒരു സമാഹാരം വിജയകിരണം എന്നുള്ളൊരു പുസ്തകം പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിലൂടെ ഞാൻ ആദരിക്കപ്പെട്ടതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പുസ്തകമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ പ്രായത്തിൽ ഞാൻ ഇൻസ്പയർഡായി അത് വായിച്ചിട്ട്. അപ്പോൾ ചെറുപ്പക്കാരായ നിങ്ങളത് വായിക്കുമ്പോൾ, ഞാനും ചെറുപ്പമാണെന്നാണ് അവകാശപ്പെടുന്നത്, നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്പാർക്ക് ഉണ്ടാവും ഇതിനകത്ത്. ഒരുപാട് പ്രധാനപ്പെട്ട ലോകത്തിലെ പ്രശസ്തരായ വ്യക്തികളൊക്കെ ഇതിനകത്ത് കടന്നു പോകുന്നുണ്ട് പലരും. ഇപ്പം മേരി കോമിനെ കുറിച്ച് പറഞ്ഞു. മേരി കോമിൻ്റെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് ബോക്സിംഗ് റിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുന്ന മേരി കോം, ട്വിൻസായ 2 കുട്ടികളും മകനും നിന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ അദ്ദേഹം ഒരുപാട് പേരെക്കുറിച്ച്, വാൾട്ട് ഡിസ്നിയെ കുറിച്ച്, വലിയ കാർട്ടൂണിസ്റ്റിനെ കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഹെലൻ കെല്ലറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഹാരി പോട്ടർ എഴുതിയ JK റൗളിംഗ്, അവരെക്കുറിച്ച് പറയുന്നുണ്ട്. വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവരെല്ലാം നമ്മളെങ്ങനെയാണ് ഇൻസ്പയർ ചെയ്യുന്നത്? നെൽസൺ മണ്ടേലയെക്കുറിച്ച് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒരു IASൻ്റെ ആദ്യത്തെ പരീക്ഷകളിൽ പരാജയപ്പെട്ടൊരു വിദ്യാർത്ഥി വീട്ടിൽ ചെന്നപ്പോൾ സാധാരണ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞു. ഇത് അയാളുടെ അച്ഛനൊരു മാരുതി കാർ വാങ്ങിച്ചു കൊടുത്തു, നീ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാൻ പറഞ്ഞു. മാരുതി കാറിൻ്റെ ഗ്ലാസ് പൊക്കി നോക്കിയപ്പോൾ പറഞ്ഞു, ഇനി IAS കിട്ടുന്നത് വരെ കഠിനാധ്വാനം ചെയ്യണം എന്ന് എഴുതി വെച്ചിരിക്കുന്നു അതിൻ്റെ അകത്ത്. അതായിരുന്നു ആ മകൻ്റെ ഇൻസ്പിറേഷൻ. പിന്നീട് അയാൾ കഠിനാധ്വാനം ചെയ്ത് സിവിൽ സർവീസ് നേടി. പേര് പറഞ്ഞിട്ടില്ല ആളുകൾ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സർവീസിലുള്ള ആരോ ആണ്, പേര് പറഞ്ഞിട്ടില്ല, പേര് പറയേണ്ട ആവശ്യമില്ല. ആൾ അങ്ങനെ പല രീതിയിൽ ഇൻ്റർവ്യൂവിനെ കുറിച്ച്, മറ്റു കാര്യങ്ങളെക്കുറിച്ച്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എല്ലാം പറഞ്ഞാൽ ഞാൻ വേണേൽ കാണാതെ പറയാം. ഓരോ ചാപ്റ്ററും 52 ചാപ്റ്ററും കാണാതെ പറയാം വേണേൽ, പക്ഷെ പറഞ്ഞാൽ നിങ്ങൾ വായിക്കില്ല. പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുസ്തകത്തിലെ മുഴുവൻ കാര്യങ്ങളും പറയാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്ത് ഇന്ന് നേരിടുന്ന ഏറ്റവും
വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതൊരു നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ്, വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലമാണ്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനത്തിലടക്കം റിസർച്ച് അടക്കുകയാണ്, ഗവേഷണങ്ങൾ. അതിൽ നിന്ന് ഓരോ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ടും ഉണ്ടായിരുന്നു, പക്ഷേ പണ്ടുണ്ടായിരുന്നത് ഈ സ്പീഡിലല്ല. ഇത് വളരെ വേഗത്തിലാണ് പുതിയ അറിവുകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ കോളേജിൽ പഠിച്ച് പുറത്തു വരുമ്പോൾ പഠിച്ച കാര്യങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവുകയാണ്, പുതിയ കാര്യങ്ങൾ വരികയാണ് അല്ലേ? മെഡിക്കൽ സയൻസിലൊക്കെ എല്ലാ ബ്രാഞ്ചിലും അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ലോകത്ത്. അപ്പോൾ നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ വെല്ലുവിളിയാണ്. പിന്നെ പുതിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് പാസ്റ്റിനെ കുറിച്ച്, നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ഇവല്യൂഷനെ കുറിച്ച്, മനുഷ്യൻ യാത്ര ചെയ്തതിനെക്കുറിച്ച്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ യാത്ര ചെയ്ത റൂട്ട് പറയാനിപ്പോൾ പഠിച്ചിട്ട് പറയാണ്. ആ കാലമാണ്. നമ്മൾ പറയും ഞാൻ വെളുത്തത് നിങ്ങൾ കറുത്തത്, ഞങ്ങൾ ആര്യന്മാർ നിങ്ങൾ അങ്ങനെ. ഒന്നുമില്ല, എല്ലാവരും ഔട്ട് ഓഫ് ആഫ്രിക്കൻസ് എന്നാണെന്നാണ് പുതിയ പുസ്തകത്തിൽ പറയുന്നത്. നമ്മുടെ പൂർവികരെല്ലാം ആഫ്രിക്കയാണ്. അവർ ഇന്ത്യയിൽ വന്ന വഴി വരെ പറയുകയാണ്. ആദ്യത്തെ വഴി അഫ്ഗാനിസ്ഥാൻ വഴി വടക്കേ ഇന്ത്യയിൽ വന്നു. രണ്ടാമത്തെ ബാച്ച് ഇറാനിലെ മെഡോസിൽ കൂടി വന്നു. രണ്ടുപേരും കുറേ നാൾ അവിടെ താമസിച്ചിട്ട് അതിലൊരു ബാച്ച് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. അവരാണ് നമ്മുടെ പൂർവികന്മാർ. എല്ലാവരും ഔട്ട് ഓഫ് ആഫ്രിക്കൻസാണ്. അപ്പം അവർ വന്ന വഴി ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തി, മണ്ണ് കുഴിച്ച് പരിശോധന നടത്തി, അതിനിടയിൽ ചിലപ്പോൾ തലയോട്ടി കിട്ടും, എല്ലിൻ്റെ കഷ്ണം കിട്ടും. അത് ജനറ്റിക് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. അതിൽ ജനിതക പരിശോധന നടത്തി കാലഗണന നിശ്ചയിക്കും. 5000 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ അതിലെ കടന്നുപോയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ശേഖരിച്ച് ചരിത്രത്തെ പുനർനിർണയിക്കുന്നൊരു കാലം. ഫ്യൂച്ചറിനെ കുറിച്ച് പറയാം. യുവാൽ നോവ ഹരാരെ എന്ന് പറയുന്ന ആളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹോമോസേപ്പിയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് എഴുതിയ ആളാണ്. അയാൾ ആദ്യത്തെ പുസ്തകമാണ്. ഹരാരെ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന എഴുത്തുകാരനാണ്. അയാളുടെ രണ്ടാമത്തെ ഒരു പുസ്തകമുണ്ട്, ഹോമോ ഡിയോസ്. പിന്നെ മൂന്നാമത് 21 ലെസൺസ് അല്ലേ, 21st സെഞ്ച്വറി. നാലാമതൊരു പുസ്തകം ഇപ്പോൾ ഇറങ്ങിയതാണ് ഈ വർഷം, നെക്സസ്. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പുസ്തകമാണ്. അതിൽ ഡിയോസ്, മറ്റേത് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡാണ്, ഹോമോസേപ്പിയൻസ്. ഹോമോ ഡിയോസ് ഉണ്ട്. അതിലൊറ്റ സബ്ജക്റ്റ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഒരു വളരെ സരസമായ ഒരു പ്രഭാഷണം നടന്നിട്ട് ഒരു പ്രഭാഷണത്തിൽ ഒരു സ്കോപ്പില്ലാതാക്കിയിട്ടാണ് സ്വാഗത ക്ലാസ്സിൽ ഞാൻ പോയത്. വളരെ സൂക്ഷിച്ചുകൊണ്ട് നമ്മളങ്ങനെ വേദിയിൽ സംസാരിക്കും. അപ്പോൾ ഹരാരെ ചോദിക്കുന്ന വളരെ രസകരമായ ചോദ്യം മെഡിക്കൽ സയൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി എത്രയായിരുന്നു? 35-40 വയസ്സ് അല്ലേ? ഇപ്പോഴെത്രയാണ് ഈ നൂറ്റാണ്ടിൽ? 75-80. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് ആർക്കാണെന്നറിയോ? ജപ്പാനിലെ സ്ത്രീകൾക്കാണ്. അതൊന്ന് പരിശോധിക്കേണ്ടതാണ്, ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ വരാൻ കാര്യം എന്താണ്? 87.5 ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് അവർക്കാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഇരട്ടിയായത് ഈ നൂറ്റാണ്ടായപ്പോൾ ആയുർദൈർഘ്യം? മെഡിക്കൽ സയൻസിൻ്റെ വളർച്ച അല്ലേ? കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരാൾ മരിച്ചു. എന്താ മരിച്ചത്? ഒരു നെഞ്ചുവേദന വന്ന് പോയെന്ന് പറയും. ഇപ്പം നെഞ്ചുവേദന വന്നാലോ ട്രെഡ്മില്ലിൽ ഓടിക്കും, ECG എടുക്കും, ആൻജിയോഗ്രാം ചെയ്യും, ആൻജിയോപ്ലാസ്റ്റി നടത്തും, ഇല്ലെങ്കിൽ ബൈപ്പാസ് സർജറി നടത്തും. ഒരാഴ്ച വേണ്ടിയിട്ട് ജോലിക്ക് പോകണമെന്ന് പറയും ഇല്ലേ? അതാണ് ആ മാറ്റം. അപ്പോൾ എല്ലാത്തിലും ആ മാറ്റം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ ആയുർദൈർഘ്യം എത്രയായിരിക്കും? ഭയങ്കര ചോദ്യമല്ലേ? പറയുന്നത് എത്രയാണെന്നല്ലേ? 160-നും 180-നും വയസ്സിനിടയിലായിരിക്കും. ആ നെറ്റ് അടുത്ത നൂറ്റാണ്ടിൽ ജനിച്ചാൽ മതി എന്നാണ്. എന്തുകൊണ്ടാണ് പറയുക? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് പോയി നിന്ന് സിംറ്റംസ് പറഞ്ഞാൽ നമ്മളെ അപ്പം തന്നെ സ്കാൻ ചെയ്യും. ഇപ്പം ചില വണ്ടി കാറ് കൊണ്ടുപോയിട്ട് ചില വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞാൽ കാറ് സ്കാൻ ചെയ്ത് കാറിൻ്റെ ഇത് അറിയുന്നത് പോലെ നമ്മളെ സ്കാൻ ചെയ്യും. ഏറ്റവും വലിയ പാട് ഇപ്പോൾ രോഗം വന്നാലാണ് ഡയഗ്നോസിസ് ചെയ്യാൻ. നമ്മുടെയുള്ള ആളുകൾ പറയും ആ ആശുപത്രി പോകണം, ഈ ആശുപത്രി പോകണം, ആ ഡോക്ടറെ കാണണം. അപ്പോൾ വേറൊരാൾ പറയും ഹോമിയോണ് നല്ലത്, വേറൊരാൾ പറയും ആയുർവേദമാണ് നല്ലത്, പിന്നെ ഒരാൾ പറയും വയനാട്ടിൽ ഒരു ഒറ്റമൂലിയുണ്ട് അല്ലേ? വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇവൻ അപ്പം തന്നെ ഡയഗ്നോസ് ചെയ്യും എന്താണ് അസുഖം എന്ന് പറയും. രണ്ടാമത്തെ ജോലി എന്താ? ഡയഗ്നോസ് ചെയ്ത ഡോക്ടർമാരല്ലേ, മരുന്നാണ്. അപ്പോൾ ചോദിക്കും തനിക്ക് പറ്റിയ മരുന്ന് ഏതാ? ഒരു 10 മരുന്ന് ഇങ്ങോട്ട് വരും. അതിൽ പറയും ഈ മരുന്ന് വേണ്ട തൻ്റെ കിഡ്നി അടിച്ചു പോകും, ഈ മരുന്ന് വേണ്ട തൻ്റെ ലിവർ അടിച്ചു പോകും, ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ. ആ മരുന്നും കൊടുക്കും, അസുഖം മാറും. ഇനി
ഇൻ്റർ ഡിസിപ്ലിനറിയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി മർജ് ചെയ്തിട്ട് നാനോ റോബോട്ട് ഉണ്ടാകും. എന്നിട്ട് നമ്മുടെ വെയിലിലൂടെ ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് കുട്ടികളിങ്ങനെ നമ്മുടെ വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ഡോക്ടർ ഇതിനെ കൺട്രോൾ ചെയ്തങ്ങ് പോകും. നാനോ റോബോട്ട് പോയി ഹാർട്ട് ബ്ലോക്ക്, എല്ലാ ഹാർട്ട് ബ്ലോക്കും തീർക്കും ഈ നാനോ റോബോട്ട് പോയി. ആൻജിയോപ്ലാസ്റ്റിയും വേണ്ട, ബൈപ്പാസ് സർജറിയും വേണ്ട, ഒരു ഇതും വേണ്ട, ഹാർട്ടിൻ്റെ ഡിസീസ് തീർന്നു. പിന്നെ ശരീരത്തിലൂടെ പോയി ആ ക്യാൻസറസ് സെല്ലുകൾ മുഴുവൻ റിമൂവ് ചെയ്യും. റേഡിയേഷൻ വേണ്ട, കീമോതെറാപ്പി വേണ്ട, മുടി കൊഴിയിൽ ഒരു പ്രശ്നമില്ല, അസുഖങ്ങളും മാറ്റും. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ഹാർട്ട് പോയാൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട്, വേറെ ഉള്ള ഹാർട്ടൊന്നും വേണ്ട, ആർട്ടിഫിഷ്യൽ കിഡ്നി, ആർട്ടിഫിഷ്യൽ ലിവർ. ചിലപ്പോൾ ഒരു 150 വയസ്സാകുമ്പോൾ ജനിച്ചപ്പോഴുള്ള ഒന്നും ബോഡിയിലുണ്ടാവില്ല, എല്ലാം ആർട്ടിഫിഷ്യലായിരിക്കും, മാറ്റി മാറ്റി വെച്ചിട്ട്. പിന്നെ ഒരു ഞെട്ടിക്കുന്ന സാധനം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്, അതിപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു. എന്താണെന്നറിയാം, ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. പ്രായമാവില്ലെന്നും ജിജി തോമസൻ സാറിനെ ഒരു 125 വയസ്സാകുമ്പോൾ കാണുമ്പോൾ പണ്ട് 20 വയസ്സുള്ളപ്പോൾ മാറി മനസ്സിലൊക്കെ പഠിച്ചിരുന്ന പോലെ സുന്ദരനായിട്ടിരിക്കും, പ്രായമാവില്ല, റിവേഴ്സ് ചെയ്യും. അതിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, അതിൻ്റെ കാര്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുന്ന പ്രോസസ്സ്. ഇതാണ് കാലം, ഇനി വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത്. എല്ലാത്തിലും പുതിയ പുതിയ അറിവുകൾ ഉണ്ടാവുകയാണ്. ആ നോളജ് അപ്ഡേറ്റ് ചെയ്ത് പോകും. അതിന് നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് അതിനോട് പാഷനേറ്റ് ആവും. എല്ലാ സബ്ജക്റ്റിനോടും നിങ്ങൾ ഇപ്പോൾ ഈ മേഖല തിരഞ്ഞെടുത്തിരിക്കുന്നു അല്ലേ? ഇതിനകത്ത് PG ചെയ്ത് റിസർച്ച് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇപ്പോൾ ഈ ഡെൻ്റൽ സയൻസിൽ തന്നെ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് വരുന്നത്. അത് ഞങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന മെറ്റീരിയൽസാണ് ഇപ്പോൾ പല്ലിനൊക്കെ വരുന്നത് പുതിയ. ഞാൻ ഇന്നാളൊരു മൂവാറ്റുപുഴയിലൊരു ഡെൻ്റൽ കെയർ എന്ന് പറഞ്ഞ സ്ഥാപനം പോയി കണ്ടു. ലോകത്തിലേക്ക് എല്ലായിടത്തും എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം. ഞാൻ ഞെട്ടിപ്പോയി. അവിടെ ഉപയോഗിക്കുന്ന വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡുള്ള മെറ്റീരിയൽസൊക്കെയാണ് ഈ പല്ലിനൊക്കെ വേണ്ടിയിട്ട് സാധനം ഉപയോഗിക്കുന്നത്. ശരിക്കും പല്ല് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംശയം തോന്നും, ശരിക്കും പല്ലല്ല, അതിനേക്കാളും ഒറിജിനാലിറ്റിയാണ് ഈ സാധനത്തിന്. അതുപോലത്തെ ഓരോ പുതിയ പരിപാടി, ഏതെല്ലാം തരത്തിലുള്ള ഡെൻ്റൽ ഇൻ്റർവെൻഷൻസ് വരുവാണ്. പണ്ടൊക്കെ വേദനയെടുത്ത് പൊളിഞ്ഞിരുന്ന സംഭവമൊക്കെ വളരെ എത്ര പെട്ടെന്നാണ് ഓരോ പുതിയ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഏത് വിഷയമാണ്. പിന്നെ നമുക്ക് ചുറ്റുപാടുകളെ നോക്കി കാണണം. ഞാൻ പറയുന്നത് ഈ പുസ്തകം അതിനെല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നൊരു പുസ്തകമാണ്. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ പറയില്ലേ, ഇൻ സെർച്ച് ഓഫ് നോളജ്. പ്രിയപ്പെട്ട ശ്രീ ജിജി തോമസൻ എഴുതിയ വിജയകിരണം എന്ന പുസ്തകം ഈ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു കഴിഞ്ഞു. ഞാനിതിനെ വായിക്കുന്നത് വിജയകിരണം എന്നല്ല, എൻ്റെ കണ്ണിൽ ഇത് അനുഭവപ്പെടുന്നത് വിജയകിരീടം എന്ന് ആണ്. വാസ്തവത്തിൽ യുവത്വത്തിന്, കൗമാരത്തിന് വിജയത്തിൻ്റെ കിരീടം ചൂടുന്നതിനുള്ള വഴികൾ സൂക്ഷ്മമായി അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രീ ജിജി തോംസൺ എന്ന് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ പുസ്തകം മുഴുവൻ 2 ദിവസം കൊണ്ട് വായിച്ചു തീർത്ത ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ പറയാം. ഈ പുസ്തകത്തെക്കുറിച്ച് ദീർഘമായിട്ട് പറയാൻ ഞാൻ നോട്ടൊക്കെ എഴുതിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം ജിജിയെയും ശ്രീ താഹയെയും പഠിപ്പിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷെ അദ്ദേഹം ഒളിച്ച് എൻ്റെ ക്ലാസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. ജിജി തോമസിൻ്റെ ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ വളരെ അഭിമാനിക്കുന്നു. കാരണം നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ വഴി സുഗമമാക്കുന്നതിന് വിജയ കിരീടം ചൂടുന്നതിനുള്ള പ്രകാശ കിരണങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത്. ഞാൻ ജിജിയെക്കുറിച്ച് കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് നിർത്തും, അധികം സമയം എടുക്കില്ല. എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ച ചില വഴികളുണ്ട്, ചില വിവരങ്ങളുണ്ട്. വളരെ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ജിജി തോമസൺ. നിങ്ങൾക്കൊരു മാതൃകയാക്കാവുന്ന, ഇവിടുത്തെ കുട്ടികൾക്ക് ഒരു മാതൃകയാക്കാവുന്ന, മുതിർന്നവർക്ക് മക്കളെ എങ്ങനെ വളർത്തണം എന്ന് ആലോചിക്കുമ്പോൾ ഒരു റോൾ മോഡൽ ജിജി തോമസനാണ് എന്ന് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. നല്ല വിദ്യാർത്ഥിയായിരുന്നു, മിടുക്കൻ എന്ന് പേരെടുത്ത മിടുക്കൻ എന്ന് പറയും, അങ്ങനെ പേരെടുത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ജിജി തോമസൺ. ഇത് കഴിഞ്ഞ് SSLCക്ക് നല്ല വിജയം നേടി, നല്ല മാർക്ക് വാങ്ങി ജയിച്ചു. സഹോദരങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്.
അവർക്കൊക്കെ ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് ബോധ്യപ്പെടും എന്നെനിക്കറിയാം. വിജയിച്ച് മാറി വാനിയസ് കോളേജിൽ വന്നു. ആ വളർച്ചയുടെ ഒരു വല്ലാത്ത ഒരു ഉന്നതങ്ങൾ വിജയ കിരീടം കൂടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ. ചേച്ചി സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിച്ച സിവിൽ സർവൻ്റാണ്. ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പുസ്തകം എഴുതി, മനോഹരമായ ഒരു പുസ്തകം എഴുതി. അത് വളരെ നർമ്മലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന ആ പുസ്തകത്തിന് നത്തിങ് ഒഫീഷ്യൽ എന്ന ആ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി ഏറ്റവും നല്ല കൃതിക്കുള്ള അവാർഡ് കൊടുത്തു. ഈ പുസ്തകം എഴുതി, ചെറിയ കാര്യമല്ല. അതുപോലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടിരുന്ന ആളാണ് ജിജി തോംസൺ. പുതിയ തലമുറയെ ഉത്തേജിപ്പിക്കുന്ന, വിജയ കിരീടം ചൂടാൻ പ്രേരിപ്പിക്കുന്ന വലിയ ഒരു പുസ്തകമാണ് ഏറ്റവും പ്രിയങ്കരനായ ജിജി തോംസൺ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് ഈ ചടങ്ങുമായി ബന്ധപ്പെടാൻ ഭാഗ്യമുണ്ടായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നുകൂടിയും അറിയിച്ചുകൊണ്ട് ഈ വർത്തമാനം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദനം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമ്മളുടെ കരിയർ അഡ്വൈസറായ ജിജി തോംസൺ IAS അദ്ദേഹത്തിൻ്റെ വളരെ പ്രഗത്ഭമായ ഒരു പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്തു. അത് തന്നെ പ്രകാശനം ചെയ്യുന്നത് ഇവിടുത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും നല്ല വാഗ്മിയുമായ ശ്രീ VD സതീശൻ. അദ്ദേഹം ഇതിനു വേണ്ടി ഇവിടെ വരികയും ഇവിടെ വെച്ച് ഇത് ചെയ്യാനായിട്ട് നടക്കാൻ സാധിച്ചത് തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മുടെ കോളേജ് എന്നെ തിരഞ്ഞെടുക്കാൻ ശ്രീ ജിജി തോംസൺ മുൻകൈ എടുത്തത് എന്നോടുള്ള അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് എന്ന് ഞാൻ പ്രത്യേകം വിശ്വസിക്കുന്നു. ഞാൻ വലിയ വായനക്കാരനൊന്നുമല്ല. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ധാരാളം വായിക്കുമായിരുന്നു പുസ്തകങ്ങൾ, നോവല്, ഈവൻ ഡിറ്റക്റ്റീവ് നോവൽസ്, അങ്ങനെയൊക്കെ കുറേയൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഡെൻറ്റിസ്ട്രിയും പ്രൊഫഷനും അതിനുമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ അധികം വായിക്കാൻ ഉള്ള സമയം ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ അതിലേക്ക് എൻ്റെ ലൈഫിൻ്റെ കോൺസെൻട്രേഷൻ വേറെ രീതിയിൽ പോയത് കാരണം അധികം വായിക്കാറില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം ചെയ്യും, എന്നും രാവിലെ നിർബന്ധമായി പത്രം വായിക്കും. അത് ഒരു അരമണിക്കൂർ പത്രത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് ഇവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതിൻ്റെ ഇടയ്ക്ക് പലതരം പുസ്തകങ്ങളും വായിക്കണമെന്ന് ആഗ്രഹിച്ച് ചിലപ്പോൾ ബാഗിനകത്ത് വെച്ച് ഫ്ലൈറ്റിൽ കയറുമ്പോഴെങ്കിലും പക്ഷേ തുടക്കം വായിക്കുമായിരിക്കും, പിന്നെ വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പുസ്തകം ഞാൻ എന്തായാലും വായിക്കും. കാരണം ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹം ആത്മാർത്ഥമായി എഴുതിയ ഒരു പുസ്തകമാണ്. അത് ഞാൻ എന്തായാലും വായിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും അത് വാങ്ങിച്ച് വായിക്കണമെന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്നു. കാരണം ശ്രീ ജിജി തോംസൺ, അദ്ദേഹം അറിയാമല്ലോ, ഇപ്പോൾ അദ്ദേഹം ഡോക്ടർ ജിജി തോംസൺ IAS ആണ്. VMS കോളേജിൽ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇവിടെ അദ്ദേഹം കാണുന്നവരെല്ലാവരും ഡോക്ടർമാരായി. അപ്പോൾ പിന്നെ അദ്ദേഹം വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്കും ഡോക്ടറാണ്. പക്ഷേ ഡെൻറ്റിസ്റ്റ് ഡോക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്ടറാകാൻ അദ്ദേഹത്തിന് പറ്റൂല എന്നറിയപ്പോഴാണ് അദ്ദേഹം നേരെ പോയി എന്നാൽ പിന്നെ മറ്റേ റിസർച്ച് വഴി PhD വഴി ഡോക്ടറാകാമെന്ന് വിചാരിച്ചു. ഐ വി ആർ വെരി ഹാപ്പി. ഇപ്പോൾ അദ്ദേഹത്തിന് ഡോക്ടർ ജിജി തോംസൺ IAS നമ്മുടെ കൂടെ ആ ഇതിൽ കൂടെ നമുക്ക് കൂട്ടാൻ സാധിച്ചു. അദ്ദേഹം ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് IAS മാൻ ഓഫ് ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ വളരെ കമ്മിറ്റഡ് പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾക്ക് കിട്ടുന്ന പ്രചോദനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ ഡോക്ടർ ഇബ്രാഹിം കുട്ടി അവർക്കൊക്കെ ഫ്ലൈറ്റ് ഉണ്ട്, പോകാനുള്ളതാണ്. എനിവേ, ഇത്രയും നല്ലൊരു വേദി ഇവിടെ ഒരുക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ടു ഡോക്ടർ ജിജി തോംസൺ IAS ഫോർ ഹിസ് ഫർദർ ഇതുപോലെയുള്ള പുതിയ പുതിയ പുസ്തകങ്ങൾ എഴുതാനും മറ്റു കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.